സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒന്ന് സെയ്ബന്റെ ഫേവറേറ്റ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതൊരു സ്പെഷ്യൽ ആണ്. അതൊരു പറയാം വെയിറ്റ് ചെയ്യ് സെയ്ബ, വെയിറ്റ് ചെയ്യ്. നമ്മുടെ ആൾക്കാരൊക്കെ നിൽക്കുന്നില്ല. പറയാം ഒരു 5 മിനിറ്റ്. ഓക്കെ ഡീൽ. ഓക്കെ, അപ്പൊ ബാക്കി പറഞ്ഞിരിക്കാം. പിന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ ചാനല്, നമ്മുടെ ഫാമിലി 600K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. താങ്ക് യു. ഞാൻ താങ്ക് യു പറഞ്ഞിട്ടില്ല, ഞാനും കൂടി ഉണ്ട്. ആ ഒരു റാശി ഷർട്ട് ഇടാതെ ബാക്കിൽ ക്യാമറ ഒരു ഷർട്ട് ഇട്ട് വേണം. എങ്ങനെ റാശി ഓക്കെ. അപ്പൊ നമ്മളെ ഫാമിലി 600K ആയിരിക്കണം, അതായത് 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമുക്കായിരിക്കാണ്. അപ്പൊ അതിന് എല്ലാവരോടും വലിയൊരു താങ്ക്സ് നമ്മൾ അറിയിക്കാണ്. ഇതിനു മുമ്പ് കണ്ട എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് നമ്മള് സന്തോഷം സങ്കടം എല്ലാം നിറഞ്ഞൊരു എല്ലാം കൂടെ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി വന്നതാണ് നിങ്ങൾ കണ്ടത്. സോ അത്രയും ഹാപ്പിയാണ്. ഒന്നരാഴ്ച കൊണ്ടാണ് നമ്മൾ ഇത്രയും, അതായത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വീണ്ടും ക്രോസ് ചെയ്തത്. ഇപ്പം 5 ലക്ഷം കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പൊ 6 ലക്ഷം ആയിരിക്കാണ്. തീരാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിൽ ഉണ്ടല്ലേ, യെസ് നമ്മളെല്ലാരും കൂടിയാണല്ലോ. ഓൾക്കാണ് 6 ലക്ഷം ആയത്. അപ്പൊ ആർക്കും നമ്മള് വേണ്ടല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, റാഷിന്റെയും ഇച്ചന്റെയും സെയ്ബന്റെയും നമ്മളെല്ലാവർക്കും കൂടിയാണ് ആയിട്ടുള്ളത്. ഇപ്പച്ചിന്റെ റാഷിന്റെയും സെയ്ബന്റെയും എല്ലാരും ഇതിലും ആയിട്ടുണ്ട്. എല്ലാവരും ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാസ്ക് തന്നെയാണ്. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമല്ല, കാരണം ഭയങ്കര എനർജി നമുക്ക്. സോറി. അപ്പൊ നമ്മളത് ആ ഒരു ഡെയിലി വീഡിയോ ചെയ്യാൻ തന്നെ നമുക്ക് എനർജി, നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും എന്താ പറയാ പ്രാർത്ഥനകളും എല്ലാം അല്ലേ പക്ഷെ ഒരു സ്മൂത്തിലെല്ലാം പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാരണമാണ് ഗൈസ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അല്ലേ. ഒരു മുമ്പത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയും തുടർന്ന് നമുക്ക് പെട്ടെന്ന് 1 മില്യൺ അടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സപ്പോർട്ട് നമ്മുടെ സ്വപ്നമാണ് 1 മില്യൺ. അപ്പൊ അത് എത്തിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവണം, നമ്മളെ കൂടെ എപ്പോഴും എന്നും എപ്പോഴും. ഏത് പലതും വന്നാലും ക്യാമറ ഇട്ട് നമ്മളാണ് വീഡിയോ ചെയ്യുക അല്ലെ. എന്ത് വന്നാലും നമ്മൾ ചെയ്യും. അതന്നെ ഈ ആഴ്ചയിലൊക്കെ നമുക്ക് ചെറിയ ഡിലേ വന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കള്ളന്മാരുള്ള ദിവസം കള്ളന്മാരില്ലാത്ത ദിവസം അല്ലേ, പ്രായമുള്ള ദിവസം ഇല്ലാത്ത ദിവസം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ പറയണം, കമന്റിൽ പറയാം. അപ്പൊ എന്തായാലും സെയ്ബന്റെ സർപ്രൈസ് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ട് മുൻപ്. എന്റെ ഫ്രണ്ട്സ് ശരണ്യ, ഉണ്ണി, നിങ്ങൾക്കറിയാം സിംപ്ലി സ്റ്റൈൽ ഉണ്ണി, അതേപോലെ തന്നെ ശരണ്യ നന്ദകുമാർ. പറഞ്ഞു തരുമോന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കറിയാം, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചലഞ്ച് ആട്ടോ. സെയ്ബന്റെ ഫേവറേറ്റ് ചലഞ്ചാണ്. എന്നോട് കുറെ റിക്വസ്റ്റ് ചെയ്താണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇല്ല 3-5 ദിവസമായി നമ്മൾ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേയ്സിൽ നമുക്ക് അത് എടുക്കാന്ന് വിചാരിച്ചു. നോക്കാം നമുക്ക്. റെഡി അല്ലേ പക്ഷേ? ഞാൻ എടുത്തു കൊണ്ടുവരാം കേട്ടോ. റെഡി അല്ലേ? സെയ്ബൻ ഒച്ചയക്കണ്ട. എന്തിന്റെ ഒച്ചയക്കണേ? കേക്കുണ്ട്. ഓക്കെ, അപ്പം കണ്ണോ, കണ്ണിങ്ങനെ വെച്ചോ, നേരെ നോക്കിക്കോ. റെഡി 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പൊ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയ കേട്ടോ. ഇപ്പൊ തന്നെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കെ നമ്മുടെ ചാനൽ. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവാണ്. നേരെ നോക്കിക്കോ. യെസ്, ഇതെന്താ സാധനം? ചപ്പി. ഇവർക്ക് ഇഷ്ടമുള്ളതാണ് മാഷ്മെലോന്റെ എന്താ പറയാ, മാഷ്മെലോന്റെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത്
ഞാനും കുഞ്ഞും ശരണ്യും ആ ഒരു മാഷ്മെല്ലോന്റെ ചബ്ബിപ്പണ്ണി എന്നുള്ള ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട മുതലേ തിരക്ക് കൂട്ടല്ലേ എപ്പോ പൊട്ടിച്ചേരാം. ഓക്കെ, അപ്പം അവര് ആക്ച്വലി മാഷ്മെല്ലോ വാങ്ങിയിട്ട് ഒരു 5 ദിവസമായി 4-5 ദിവസമായി. പക്ഷേ വന്നു കഴിഞ്ഞ് നേരെ അലമാറിനുള്ളിൽ കൊണ്ടുവന്ന് വെച്ചത് തന്നെ സൈബ കാണാതെ വെച്ചത് കണ്ടു. അയ്യോ, എന്നിട്ട് എന്താ ഇരിക്കാന്? അങ്ങനെ വിചാരിക്കൂലല്ലോ, എന്തോ ഒരു ഉടായ്പ് കണക്കുണ്ടല്ലോ. ഇത് അതൊന്നല്ല, അഴയത് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതെന്താ സാധനം. എന്തെങ്കിലും സാധനം അലമാറയിലായിക്കോട്ടെ ഫ്രിഡ്ജിലായിക്കോട്ടെ എവിടെ ആണെന്നുണ്ടെങ്കിലും ആ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടാത്ത. പിന്നാണ് ഇത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. ആ തുറന്ന് തരാവേ, ഇപ്പൊ തുടങ്ങല്ലേ. അപ്പം നമ്മൾ ആ സ്വാഗതം പറഞ്ഞിട്ടില്ലല്ലോ, അത് മറന്നുപോയി ഗായ്. തുടങ്ങിയില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ്മെല്ലോന്റെ ചലഞ്ച് ആണ്. അതിൽ നോക്കാൻ നമുക്ക് വായിൽ നിങ്ങൾക്ക് അറിയില്ല, വായിൽ ഇങ്ങനെ മാഷ്മെല്ലോ ഇങ്ങനെ കുറെ കുത്തി നിറച്ചിട്ടുള്ളതാണ്. അപ്പൊ അതെ അതെ, എന്നിട്ട് ഇങ്ങനെ ചബ്ബിപ്പണ്ണി എന്ന് പറയണം. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നീ ആദ്യം പറഞ്ഞ ആദ്യം ഒന്ന് സേവക്ക് തിന്നാൻ കൊടുക്കുക. അവള് കുറെ നേരം ചോദിക്കുന്നു. എനിക്കും വേണം, എനിക്കും വേണം. അല്ല ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആശി ഡ്രസ് ഇട്ടിട്ടില്ല കേട്ടോ. എന്താ ചെയ്യാ അല്ലേ ശിവ? നമ്മളൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഈ വീഡിയോക്ക് വേണ്ടി നിൽക്കല്. ഒന്നുകൂടി വാ, ഒന്നുകൂടി വാ. തുടങ്ങാം നമുക്ക്. റെഡിയല്ല? റെഡി 1. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ച് തുടങ്ങണ്ട സൈബ. ഇത് വെച്ചിട്ട് എങ്ങനെയാന്ന് അറിയില്ല, നിങ്ങൾക്ക് വായിൽ വെക്കുക, ചബ്ബിപ്പണ്ണി പറയാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. സൈബ പറയും ചബ്ബിപ്പണ്ണി. സൈബക്ക് ഇത്തിരി കൺസിഡറേഷൻ ഉണ്ട്. സൈബ ഒന്ന് വെച്ചാൽ ഞാൻ 2 വെക്കണം അല്ല പക്ഷേ അതാവുമ്പോ കറക്റ്റ്. സൈബ 2 വെച്ചപ്പോ അപ്പൊ ഞാൻ 4 വെക്കണം. ചബ്ബിപ്പണ്ണി തന്നു 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 ഇരുന്ന് ഇരുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് കിട്ടോ, വേണ്ട കിട്ടാ കിട്ടോ. തോറ്റോ സൈബ തോറ്റോ? സൈബ തോറ്റോ? ഇല്ലാന്ന്, സൈബ തോറ്റില്ലാന്ന് പറയോ, ഒച്ചേ പറയ്. കാക്കതാക്ക് റോജിതാക്ക് പോട്ടെ 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 പോട്ടെ. അപ്പൊ എന്തായാലും കുറച്ചേ പറ്റുള്ളൂ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ എന്തിനാണ് ഈ ഒരു ഗെയിം ഈ ഒരു ചലഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബന്റെ മോസ്റ്റ് ഫേവറേറ്റ് ചലഞ്ചാണ്, അതായത് ചബ്ബിപ്പണ്ണി എന്ന് പറഞ്ഞിട്ട്. ഇവൻ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് പുട്ട് വരെ വായിൽ വെച്ചിട്ടില്ലേ, എന്താ പറഞ്ഞത്? ചബ്ബിപ്പണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. അപ്പൊ ഈ 600K ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അതിന്റെ കൂടെ തന്നെ സൈബന്റെ മോസ്റ്റ് ഫേവറേറ്റ് ചലഞ്ച് കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലെ. സൈബക്ക് ഇഷ്ടമായോ? എന്താ എനിക്ക് തോന്നിയത്? ഇല്ല, പക്ഷെ നമ്മളിന്ന് ചെയ്തത് ഇല്ല. എന്ത് പറ്റി? എന്ത് പറ്റി ഒരു സ്ലോ ആയത്? ഇത് തിന്നു കഴിഞ്ഞപ്പോ മൂപ്പർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ല. മാഷ്മെല്ലോ സൈബ ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? പക്ഷെ ഈ തുപ്പിയല്ലോ, കുറച്ചൊക്കെ തുപ്പും, ബാക്കി തിന്നും. ഓക്കെ, എനിവേ ഈ ഒരു അവളുടെ ചലഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവൾക്ക് ഇഷ്ടമുള്ള ചലഞ്ച്, അവൾക്ക് ഇഷ്ടമുള്ള സാധനം കാണിച്ചു തന്നു. പക്ഷെ തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
എനിവേ സൈബക്ക് വായിൽ വെച്ചപ്പോ പറയാൻ തോന്നിയോ ചബി ബണ്ണിന് എന്താണ് വായിൽ വെച്ചപ്പോ തോന്നിയത്? കുറെ കുട്ടികളായതുകൊണ്ട് ഞാൻ ഓവറായിട്ട് അവളെ ഇതിന് കോമ്പറ്റേറ്റ് ചെയ്യില്ല, ഓവർ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇനി എന്തെങ്കിലും തൊണ്ടയിലൊക്കെ ഇറങ്ങിപ്പോയാലോ വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മിനിമം രീതിയിൽ കടിച്ചതാണ്. ഒരു ആൾക്ക് മൂടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കഴിച്ചോളും. അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കാൻ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടാവും. അപ്പം ഒരു ലിമിറ്റൊക്കെ വെച്ച് 1, 2, 3, 4 വായിൽ വെച്ചിട്ട് നിങ്ങൾ ചബി വണ്ടി പറഞ്ഞോളൂ. ഓവറായിട്ട് വെക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചലഞ്ച് നമ്മൾ ചെയ്യുമ്പോഴും ചലനായാലും ഗെയിം ആയാലും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ ചെയ്യണം കേട്ടോ. അതെല്ലാ നമ്മളെ ഫ്രണ്ട്സ് എന്റെ കൊച്ചനിയന്മാരോടും അനിയത്തിമാരോടൊക്കെ ആണ് ഞാൻ ഈ പറയുന്നത്. അത് ശ്രദ്ധിക്കാം. അല്ല, അനിയന്മാരോടും അനിയത്തിമാരോടും വലിയവരോടും പറയുന്നു. വലിയവരോട് അവര് പിന്നെ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ അല്ലേ സീബ? ഞാൻ തുപ്പിയത് ഇതാണ്, ഞാൻ തുപ്പിയ ഭാഗം. ഇത് ഈ മൊത്തമാണ് ഞാൻ തുപ്പിയത്. ബാക്കിയുള്ള ഒന്നും ഞാൻ തുപ്പില്ല. ഈ ഭാഗം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി മനസ്സിലായില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ അല്ലേ? അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അതായത് വീണ്ടും ഒരിക്കൽ കൂടെ അല്ല, ഒരുപാട് തീർത്താൻ തീരാത്ത കടപ്പാട് നിങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മാക്സിമം ഡെയിലി നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, നിങ്ങളെ ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ സ്ട്രെസ്ഡ് ആകുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ആകുമ്പോൾ എന്താ പറയാ, നിങ്ങൾക്കൊന്ന് റിലീഫ് ആവാൻ പറ്റിയ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങളത് സർപ്രൈസ് ഉണ്ട്. എന്റെ ഒരു ഭാഗ്യം എന്തായിരിക്കും അതൊന്ന് പറയാം. നമ്മൾ ഓഡിയൻസ് കൂടി കേട്ടോട്ടെ, അവർ കൂടി കേട്ടോട്ടെ, പറഞ്ഞേക്ക് അവർക്ക് കൂടി കേൾക്കാൻ വരുന്നുണ്ടാവും. ഇത് വല്ല മറ്റേ മൈക്കിട്ട് വെക്കേണ്ടി വരും. എന്താണ് പറയാ, തൊള്ളയില് കൊണ്ടുപോയിട്ട് മൈക്ക് വെച്ചാലേ കേൾക്കുള്ളൂ. അവന്തായാലും ഒരിക്കൽ കൂടെ നിങ്ങളോട് വീണ്ടും താങ്ക്സ് പറയാനില്ല ശിവ. നമുക്ക് അതെ കൂടെ ഇനിയും തുടർന്നും നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചില വീഡിയോസ് ഒക്കെ വലിയ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാ അതെ പല്ലാക്കിയിട്ട് വെക്കും ചെയ്യാം. എന്തായാലും നിങ്ങളെ എന്റർടൈൻ ചെയ്യാനുള്ള വീഡിയോസ് നിങ്ങളെ ഫാമിലിയിലേക്ക് എന്നും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വരുന്നതാണ്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും ഒക്കെ അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്തായാലും അതെ സർപ്രൈസ് വീഡിയോ ആയിപ്പോയി. പക്ഷെ അത് സർപ്രൈസ് വലിയ ഹിറ്റ് ആയില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിവേ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ ചലഞ്ച് വേണം, പ്രാങ്ക് വേണം, ഗെയിം വേണം, എന്താ വേണ്ടത് താഴെ കമന്റിൽ രേഖപ്പെടുത്തിക്കോളി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യാം, റോഷൻസ് വ്ലോഗ്. അതേപോലെ തന്നെ റോഷൻസ് ഫാമിലി, റാഷിദ് റോ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. റോഷൻ ഫാമിലി. അതെ, അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണാം. അതൊരിക്കും ബൈ.